എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലസ്സി ചോയ്സ് ആണ് കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് കാമ്പാവം പെരിങ്ങര റോഡിലാണ്. അത് നമ്മുടെ കാമ്പാവ് ഇടിഞ്ഞല്ലത്തു നിന്ന് നേരെ അങ്ങോട്ട് കയറിയിട്ട് ലെഫ്റ്റ് എടുക്കുന്നതാണ്. ലെഫ്റ്റ് എടുത്തൊരു 100 മീറ്റർ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സത്യാസ് ലസ്സി ചോയ്സ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വെറൈറ്റീസ് അവൈലബിൾ ആണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണിത്. ഞാനിവിടെ റെഗുലർ ഒരു കസ്റ്റമറാണ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എന്താ പറയുന്നത് നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അൽഫാം ഉണ്ട്, ലസ്സീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള അൽഫാം ചിക്കൻ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇപ്പം ഞാൻ ഓർഡർ കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ അറബിക്ക് ആയിട്ടുള്ള ഒരു അൽഫാമാണ്. ഓക്കെ, അപ്പോൾ അത് സ്പൈസി അല്ലാത്തതാണ് അറബിക്ക്. അപ്പം നമ്മൾ ഈ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളത് നേരെ എടുത്തിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എങ്ങും കാണാത്ത ഒരു പ്രത്യേകതയാണ് ഈ ടെമ്പറേച്ചർ, ചിക്കൻ്റെ അകത്തെ വേവ്, അതായത് ഇറക്കി നോക്കിയിട്ട് ടെമ്പറേച്ചർ നോക്കുന്നതാണ്. ഇപ്പം നമ്മൾ വെച്ചപ്പം കണ്ടത് 31-30 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ അത് ചേഞ്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതനുസരിച്ചിട്ട് നല്ല വെൽ കുക്ക് ചെയ്ത്, അതായത് എബവ് 90 വരുമ്പോഴാണ് ഒരു വെൽ കുക്ക്ഡും ജ്യൂസിയായിട്ടും ഒക്കെ കിട്ടുക. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമാണ്, അല്ലാതെ ചുമ്മാ നമ്മുടെ കൈക്കണക്കനുസരിച്ചിട്ട് വെന്തു അങ്ങനെ എടുക്കുകയല്ല, അത് നോക്കിയിട്ടാണ്. അത് നല്ലൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പം കഴിച്ചാലും ഏതൊക്കെ സാധനം കഴിച്ചാലും ഒരു ക്വാളിറ്റി കുറേ നാളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ. ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അല്ല നമ്മുടെ ഡാൽഡ മിക്സ് ഒന്നുമില്ല, അതുപോലെ ഓയിലൊന്നും തൂക്കുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അത് കറക്റ്റ് ചിക്കനിൽ ഇറങ്ങുകയും ചെയ്യും. അതൊക്കെ കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ചേട്ടനും ചേച്ചിയൊക്കെ. സ്റ്റാഫാണെങ്കിലും എല്ലാവരും കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. നമ്മളെന്തോ റിവ്യൂ പറഞ്ഞാലും അവർ ശ്രദ്ധയോടെ കേൾക്കുന്നുമുണ്ട്. സോ ഇപ്പം ഞാൻ ഓർഡർ ചെയ്തത് അറബിക് മസാലയാണ്. അപ്പോൾ അറബിക് മസാലയുടെ കൂട്ടാണ്. അപ്പം നമ്മൾ ബട്ടർ തേച്ചതിന് ശേഷം അത്യാവശ്യം ഒന്നുകൂടെ കുക്കായതിന് ശേഷം വീണ്ടും അതിൻ്റെ ആ ഒരു ഫൈനലായിട്ടുള്ള അറബിക് മസാല തേച്ചിട്ട് ഒന്നുകൂടെ കറക്റ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തും. അപ്പം കണ്ടോ, ഇപ്പം ടെമ്പറേച്ചർ മാറിയുണ്ടോ, 76 ആയി. ഇതിനി ഒരു 90 വരുമ്പോഴാണ് ഫുള്ളി കുക്ക് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യുന്നത്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇതധികം സ്പൈസി അല്ലാത്തതാണ് ഈ അറബിക്ക്. അതുപോലെ പെരി ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്. അപ്പം ഇതൊക്കെ പെരി അറിയാലോ, അത്യാവശ്യം സ്പൈസിയാണ്. ഗ്രീൻ ചില്ലി സ്പൈസിയാണ്. പിന്നെ അത്യാവശ്യം അവർ കസ്റ്റമൈസ് ചെയ്ത് തരാം കേട്ടോ. നമുക്കിപ്പോൾ അധികം സ്പൈസി വേണ്ടെന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് ചെയ്യും. അപ്പം പെരി ടേസ്റ്റും കിട്ടും, അധികം ഇത് സ്പൈസി അല്ലാതും കിട്ടും. അതുപോലെയാണ് ഗ്രീൻ ചില്ലി. അപ്പോൾ ഓക്കെ, ഞാനപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് ഇവിടെ നല്ലൊരു ആംബിയൻസും ഉണ്ട് കേട്ടോ. ഷോപ്പ് ചെറുതാണെങ്കിലും നമുക്ക് ഇരുന്ന് ധൈര്യമായിട്ട് കഴിക്കാം. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പാഴ്സൽ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ ഒന്നും വലിയ തിരക്കില്ല, സിറ്റിയിൽ നിന്ന് മാറിയായതുകൊണ്ട്. ഇത് ഞാനൊരു ലസ്സിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് സ്ട്രോബെറി ലസ്സിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ലസ്സി നമ്മുടെ ആക്ച്വലി ഇവിടെ കോമൺ അല്ല. ജ്യൂസസും ഫലൂഡാസും ഒക്കെ കോമൺ ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ ഇവിടുത്തെ ലസ്സിക്ക് ഭയങ്കര ടേസ്റ്റാണ്. നോർമൽ ലസ്സി ഉണ്ട്, സ്ട്രോബെറിയും സീസൺ അനുസരിച്ച് മാംഗോ, പൈനാപ്പിൾ ഒക്കെ അവൈലബിൾ ആണ്. സ്ട്രോബെറി ഞാൻ കഴിഞ്ഞ വർഷം മാംഗോ കുടിച്ചു, സൂപ്പറായിരുന്നു. ഇത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാംഗോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യും മാംഗോ. നോർമൽ ലസീസ് ഉണ്ട്, സ്വീറ്റ് ലസീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഫൈനൽ നമ്മൾ കണ്ട അറബിക്ക് ഗ്രിൽഡ് ചിക്കനാണിത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഫൈനലി വരിക. ഒരു മയോണൈസ് ഉണ്ട്, ഇവർ ആഡ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഹമൂസൊക്കെ അറബിക്കിൻ്റെ കൂടെ. അപ്പോൾ ഒരു ഇത് വരും, കുബൂസ് വരും, ഇങ്ങനെ ഒരു പീസ്, ക്വാർട്ടർ പീസ് വരും. ഓക്കെ, ഇതിന് ചാർജ് ചെയ്യുന്നത് അറബിക്കിന് 150 ആണ്, ഇൻക്ലൂഡിങ് കുബൂസ്. പെരി ആകുമ്പോൾ 130, 120. പെരിക്ക് 120 ആണ്. അതുപോലെ ഗ്രീൻ ചില്ലിക്ക് 130 ക്വാർട്ടർ പീസിന്. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാനൊരു ഷോപ്പിനെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനങ്ങനെ സാധാരണ ഫുഡിൻ്റെ കാര്യത്തിൽ റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മുടെ ഇവിടെ ഈ അൽഫാം കൂടാതെ തന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ബർഗേഴ്സ് ഉണ്ട്, സാൻഡ്വിച്ചസ് ഉണ്ട്, മൊജിറ്റോസ് ഉണ്ട്, ഷേക്സ് ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെങ്കിലും ഒരിക്കലെങ്കിലും വന്ന് ട്രൈ ചെയ്തിട്ട് റിവ്യൂ അറിയിക്കുക. അവർ നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്, അവരോട് റിവ്യൂ പറയാം. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.